കർണാടകയിലെ ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊലപാതകം നടത്തി. ഓരോ പെൺകുട്ടികളെയും സ്കൂളിലായാലും കോളേജിലായാലും പോകുന്ന കുട്ടികളെ വഴിയിലിട്ട് തടഞ്ഞായിരുന്നാലും പിടിച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന ഒരു നമുക്ക് കാണാനിടയായി. അതുപോലെ ആലപ്പുഴ ചേർത്തലയിൽ ഇതേ സമാനമായ രീതിക്ക് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ സ്ത്രീകളുമായിട്ട് പരിചയപ്പെടും. വയോധികനായിട്ടുള്ള ആളാണ്. സ്ത്രീകളെ പരിചയപ്പെട്ടതിന് ശേഷം ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകളെയാണ് ഇയാൾ കൂടുതലും പരിചയപ്പെടുന്നത്. ഇയാളെ വീട്ടിലോട്ട് ക്ഷണിക്കുകയും 2.5 ഏക്കർ സ്ഥലത്തിലാണ് ഇയാളെ ഒരു വീടിരിക്കുന്നത്. പെരേടം വിൽക്കാനായിട്ട് സ്ത്രീകളെ നിങ്ങളെ പെരേടം വീടായാലും പെരേടായാലും വിറ്റ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ സ്ത്രീകളെ അടുപ്പിക്കും. ഇയാൾക്ക് അതിന് ഭയങ്കര കഴിവാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 3-4 സ്ത്രീകളെ കാണാനില്ലാതെ ആവുകയും ബിന്ദു, ജൈനമ്മ, ആയിഷ, പിന്നെ വേറെ ഏതോ ഒരു സ്ത്രീ അവരെ കാണാനില്ലാതെ ആയപ്പോൾ വീട്ടുകാർ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും കുറച്ചൊക്കെ അന്വേഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും ഇയാൾ പതുങ്ങിയിരിക്കുകയായിരുന്നു. ഇയാൾ ഒന്നും അറിയാത്തതുപോലെ. എന്നിട്ട് അതിനുശേഷം ഇതിനെ അടുപ്പിച്ച് കൊടുക്കാനായിട്ട് ഈ ആളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും കാണുമല്ലോ. ഒരു സ്ത്രീ രംഗത്ത് ഇപ്പോഴാണ് വരുന്നത്. അവർ പ്രായം ചെന്നതാണ്. അവർ പറയുന്നത് അവരെ ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് കഴിയാണ്, ഇയാളെ വീട്ടിൻ്റെ ഭാഗമാണ് എന്നാണ് പറയണത്. ഇങ്ങനെ കഴിയുന്ന സമയത്ത് ഇവർ മറ്റുള്ള സ്ത്രീകളുമായിട്ട് പരിചയപ്പെടുകയും എങ്ങനെയോ ഒരു ബന്ധം സ്ഥാപിച്ച് ഇവർ ആ സ്ത്രീകളെ ഇങ്ങോട്ട് ഇയാളെ വീട്ടിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുവരും. അപ്പോഴും ഇവർക്ക് എന്തെങ്കിലും ഇയാളുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണോ അങ്ങനെ ചെയ്യണത്? അല്ല, ഒരിക്കലും അല്ല. ഇവർക്ക് ഇയാളുമായിട്ട് കണക്ഷൻ ഉള്ളതിൻ്റെ പേരിലാണ് മറ്റുള്ള സ്ത്രീകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഈ സെബാസ്റ്റ്യൻ്റെ വീട്ടിൻ്റെ തൊട്ടയലുവക്കത്തുള്ള ഒരു സ്ത്രീയുണ്ട്. അവരുമായിട്ട് ഈ ആയിഷയ്ക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അവരെ വീട്ടിൽ പോവുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവർ വേറൊരു സ്ഥലത്തായിരുന്നു ആദ്യം താമസിച്ചിരുന്നെങ്കിലും ഈ ആയിഷ എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങോട്ട് ഈ സ്ത്രീയുടെ പരിചയത്തിലായിരിക്കാം ഈ ആളിൻ്റെ വീട്ടിൻ്റെ ഭാഗത്തോട്ട് വീട് ഇങ്ങോട്ട് മാറണമെന്ന് അവർ പറയുകയും ഈ ആളിൻ്റെ വീട്ടിൻ്റെ ഭാഗത്തോട്ട് വരികയും ചെയ്തു. എന്നിട്ട് ഇവരുമായിട്ട് നല്ല കണക്ഷൻ ആവുകയും ഈ സ്ത്രീയുടെ വീട്ടിലോട്ട് പോവുകയും അങ്ങനെ അവർ ഭയങ്കര അടുപ്പത്തിലിരിക്കുകയായിരുന്നു. ഈ ഐഷ എന്ന് പറയുന്ന സ്ത്രീയെ അടുപ്പിച്ച് കൊടുക്കാനുള്ള പ്ലാനായിരുന്നു ഇയാളുമായിട്ട്. ഈ 2.5 ഏക്കറിൽ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്. അപ്പം ഇതിൽ ഒരു വീട്, ഒറ്റപ്പെട്ട ഒരു വീടിരിക്കുകയാണ്. അപ്പം ഈ ആരും ഒരനക്കം തട്ടിയാലും അറിയൂല. ഈ സ്ത്രീകളെയൊക്കെ ഇവിടെ ഇങ്ങനെ ഇയാൾ കൊണ്ടുവന്ന് ഇയാൾ ബലാത്സംഗം ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇയാളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മറവ് ചെയ്യാണ് ചെയ്യണത്. ചിലപ്പോൾ ഉയിരോടെ ആയിരിക്കും. ഈ 2.5 ഏക്കറിലൊക്കെ ഒരിക്കൽ ഇതുപോലെ JCB കൊണ്ടുവന്ന് ഫുള്ള് മണ്ണിളക്കും. മണ്ണിളക്കിയതിന് ശേഷമാണ് ഈ സ്ത്രീകളെ ഫുള്ളും കുഴിച്ചിട്ടുണ്ടായി. അന്വേഷണങ്ങൾ തുടങ്ങി. ഇയാൾ ഒന്നും ഏക്കുന്നില്ല. ഐശ്വര്യ കാര്യമൊക്കെ പറയുന്നുണ്ട്, ഇയാൾ കണ്ടിട്ടുണ്ടെന്ന് എല്ലാം ഇയാൾ സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേരെ കാണാതെ പോയി. അങ്ങനെ ഇപ്പോൾ അസ്ഥികൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഭാഗങ്ങൾ JCB കൊണ്ടുവന്ന് ഇപ്പം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണം തുടങ്ങിയതിന് ശേഷം JCB കൊണ്ടുവന്ന് അത് മണ്ണ് ഇളക്കൊക്കെ തുടങ്ങി. ഇളക്കിയപ്പോഴത്തേക്ക് ബ്ലൗസുകളായിരുന്നാലും മനുഷ്യൻ്റെ പല്ല്, പിന്നെ അതുപോലെ അസ്ഥികൾ ഇങ്ങനെയൊക്കെ ഒരേ ഭാഗത്തുനിന്നും കിട്ടിത്തുടങ്ങി. ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ ചെയ്തികൾ. 3 തിരോധാനങ്ങളും ഒരു കൊലപാതകത്തിന്റെയും അന്വേഷണം എത്തി നിൽക്കുന്നത് സെബാസ്റ്റ്യൻ എന്ന വയോധികനിലാണ്. ഇന്ന് പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ തിരച്ചിലിൽ അസ്ഥികളും രക്തക്കറകളും കണ്ടെത്തി. ഇന്നത്തെ തിരച്ചിൽ അവസാനിച്ചു. ഓടിളക്കിയും തറയിളക്കിയും കുളം വറ്റിച്ചും ഈ പറഞ്ഞതുപോലെ കിണർ വറ്റിച്ചും അടക്കമാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും നാളെയും തിരച്ചിൽ തുടരാനാണ് സാധ്യത. 67 വയസ്സ് പ്രായം. പറയത്തക്ക ജോലിയൊന്നുമില്ല സെബാസ്റ്റ്യന്. പക്ഷേ ബാങ്ക് അക്കൗണ്ടിലുള്ളത് കോടികൾ. സ്ത്രീകളെ കൊലപ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ അപഹരിച്ചാണോ സെബാസ്റ്റ്യൻ കോടീശ്വരനായത്? ഇയാളെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളെ പരിചയപ്പെടുത്തുക. ഏതെങ്കിലും ഈ പെണ്ണുപിള്ളയായിരിക്കും, ഒരു സ്ത്രീ അതിൻ്റെ പിന്നിലുണ്ട്. അവരെ കൊണ്ട് പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കാം
ഇയാളിലേക്ക് അടുപ്പിച്ചതിന് ശേഷം ഇതുപോലെ വസ്തു വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് അവരെ എല്ലാം അങ്ങ് കൈക്കലാക്കും. സ്വർണ്ണ ആയിരുന്നാലും എല്ലാം ഇയാൾ അങ്ങ് കൈക്കലാക്കിയിട്ട് ഇയാളെ അക്കൗണ്ടുകൾ മൊത്തം നിറഞ്ഞ് ഇയാൾ കോടീശ്വരനായി, നല്ല സമ്പാദ്യമായി ഇയാൾക്ക്. അതാണ് ഈ 2.5 ഏക്കറിൽ തന്നെ ഇയാൾ വീട് വെച്ചിട്ട് ഈ സ്ത്രീകളെ മൊത്തം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്ന് തട്ടിയെടുത്തതിന് ശേഷം ഇവരെ കുഴിച്ചു മൂടുകയാണ് ചെയ്യണത്. 2006 കടക്കരപ്പള്ളിയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭനും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു. 2013 ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം സെബാസ്റ്റ്യൻ വ്യാജ ഒപ്പിട്ട് കൈക്കലാക്കി അത് മറിച്ചു വിറ്റ് കോടികൾ സ്വന്തമാക്കി. പിന്നാലെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. തെളിവെടുപ്പടക്കം നടത്തി. പക്ഷേ കോടതിയിൽ നിന്ന് സെബാസ്റ്റ്യൻ ഊരിപ്പോന്നു. ബിന്ദു എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനാകുക സെബാസ്റ്റ്യന് മാത്രമാണ്. 2.5 ഏക്കറിൽ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിന്റെ ഒത്ത നടുക്ക് ഒരു വീട്. അതാണ് സെബാസ്റ്റ്യന്റെ കോട്ട. ഈ പറമ്പിൽ എവിടെയെങ്കിലും കാണാതായ ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച്. ഈ കേസിലെ പിൻ പോയിന്റും ഈ വീട് തന്നെയാണ്. വീടിനകത്തും പുറത്തും പരിശോധനകൾ ശക്തമാകുകയാണ്. കേസിൽ സെബാസ്റ്റ്യന്റെ മൊഴി നിർണായകമാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും സെബാസ്റ്റ്യന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല. ഭക്ഷണം വേണമെന്നും ഇൻസുലിൻ എടുക്കണമെന്നും മാത്രമാണ് സെബാസ്റ്റ്യൻ പറയുന്നത്. കിളവന് ഒരു ഇതുമില്ല, 67 വയസ്സായി. കിളവൻ പറയണ എന്തോന്നാണ്, അയാളല്ല ചെയ്തത്, അയാൾക്കൊന്നും അറിഞ്ഞൂടാ എന്നാണ് പറയണത്. അയാൾ പറയണത് അയാൾക്ക് വിശക്കണമെന്നും ഷുഗർ ഉണ്ടെന്നും അയാൾക്ക് ഇൻസുലിൻ എടുക്കണമെന്നും ഗുളികയൊക്കെ കഴിക്കണമെന്നാണ് പറയണത്. അയാൾ ആരോഗ്യവാനായിട്ട് ഇരിക്കണം. ബാക്കിയുള്ള സ്ത്രീകളെ മൊത്തവും ഇതുപോലെ കൊണ്ടുവന്ന് അടുപ്പം കാണിച്ചിട്ട് അവരെ എല്ലാം സ്വത്തെല്ലാം അപഹരിച്ച്, സ്വർണ്ണമായിരുന്നാലും സ്വത്തെല്ലാം എടുത്തതിന് ശേഷം അവരെ കുഴിച്ചു മൂടുകയാണ് ചെയ്യണത്. ഇടയ്ക്ക് ചെറുതായി ഒന്ന് ചിരിക്കും. ഇതുകൊണ്ട് എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ക്രൈംബ്രാഞ്ചിന് ഇനിയും വ്യക്തമല്ല. ആ പശ്ചാത്തലത്തിലാണ് സമഗ്ര പരിശോധനയ്ക്ക് ക്രൈംബ്രാഞ്ച് തയ്യാറെടുത്തത്. ൽ കാണാതായ ബിന്ദു പത്മനാഭൻ, 2012 മിസ്സിംഗ് ആയ ഐഷ, ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം കാണാതായ ജൈനമ്മ, സിന്ധു തിരോധാന കേസ്, ഇവരെല്ലാവരുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന കാര്യം ഏറെക്കുറെ 2006 ബിന്ദു, 2012 ഐശ്വര്യ കേസ്, 2017 ഇവർ കേസ് കൊടുക്കണതും ഐശ്വര്യ വീട്ടുകാർ കേസ് കൊടുക്കണതും. അങ്ങനെയൊക്കെ ഇതിപ്പോൾ ഒരുപാട് വർഷങ്ങളായ കേസാണ്. പക്ഷേ അതൊക്കെ ഇപ്പോഴാണ് കുത്തിപ്പൊക്കി കൊണ്ടുവരണം. എത്രയോ എണ്ണത്തിൻ്റെ ജീവനാണ് മണ്ണിൻ്റെ അടിയിൽ ഉയിരോടെയൊക്കെ ആയിരിക്കും കുഴിച്ചിട്ടിട്ടുള്ളത്. ഇത് എന്തായാലും ഇയാൾ മാത്രം അത് ചെയ്യൂല. ഇയാൾ JCB കൊണ്ട് ആ ഇടയ്ക്ക് ഇളക്കിയതായിട്ട് ഇയാൾക്ക് പരിചയമുള്ള സ്ത്രീ പറയുന്നുണ്ട്. മൊത്തത്തിൽ ഇളക്കിയിട്ടെന്ന് പോലീസ് കണ്ടെത്തിക്കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തതയില്ല. ജൈനമ്മയുടേത് കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അപ്പോഴും സെബാസ്റ്റ്യനാണ് കൊലപ്പെടുത്തിയതെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ചുരുളുകൾ അഴിയാതെ കിടക്കുകയാണ് ഈ തിരോധാന കേസുകളുടെ. പട്ടൻ്റെ ചിരിയെല്ലാം കൂടെ അങ്ങ് ചിരിക്കും പട്ടൻ. അയാൾക്ക് ഒരു കൂസലും ഇല്ല ഇതെല്ലാം ചെയ്തിട്ട്. ഇനി ഐഷയുടെ മകന് സംസാരിക്കുന്നുണ്ട്. അയാൾ ഗൾഫിലായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഐഷയുടെ മകൻ പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. റോസമ്മയാണ്. മജീദ്, ഇന്ന് ഈ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമായി നിൽക്കുന്നത്, മജീദ്, നിങ്ങൾ അല്ലെങ്കിൽ ഈ ഐഷയുടെ കുടുംബക്കാർ പറയുന്നത് ഈ സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കല്ല, സെബാസ്റ്റ്യൻ്റെ ഒരു കൂട്ടാളിയുണ്ട്. അതായത് സെബാസ്റ്റ്യന് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളുണ്ട് എന്നാണ്. ഐഷയെ എപ്പോഴാണ് സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടത്? നിങ്ങൾ ഒരു കൂട്ടാളി ഉണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മജീദ്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ഈ കൂട്ടാളി ഉണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ വിദേശത്തായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എൻ്റെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ ആലപ്പുഴയിൽ ചേർത്തലയിൽ സ്ഥലം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് പോയത്. അപ്പോൾ എൻ്റെ അന്ന് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് എൻ്റെ 1 ലക്ഷം രൂപ വാങ്ങിയിരുന്നു.
അതിനുശേഷമാണ് പിന്നെ അവിടെ പോയിട്ട് സ്ഥലം നോക്കുകയും പിന്നെ ബാക്കിയുള്ള കാശ് കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞത്. അപ്പോൾ ഉമ്മ റിട്ടയർഡായതിൻ്റെ പൈസയും അതൊന്നും നമുക്കാർക്കും ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ആ പൈസയും പിന്നെ ആഭരണങ്ങളും. ഇപ്പോഴും ഉമ്മക്ക് നല്ല ജോലി, സർക്കാർ ജോലി ഉണ്ടായിരുന്നു. അതാണ് റിട്ടയർഡായ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ 1 ലക്ഷം രൂപയും മകൻ്റെ നിന്ന് വാങ്ങിച്ചും കൊണ്ടാണ് ഈ ഉമ്മ ചേർത്തലയിലോട്ട് മാറണമെന്ന് പറഞ്ഞ് പോണത്. പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ അതൊന്നും നമുക്കറിയില്ല എങ്ങനെയാണ് എന്താണെന്നൊന്നും. ഈ മജീദ്, ഈ ഉമ്മയെ കാണാതായ വിവരം നിങ്ങൾ എപ്പോഴാണ് പോലീസിനെ അറിയിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇത് അറിയുന്നത് മജീദ്? ഫോൺ ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ആയി. ഞാനിപ്പോൾ ഈ സമയത്ത് ഞാൻ ചേർത്തലയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സാറിൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ വീട്ടിലുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെയും വിളിച്ചിട്ട് പിന്നെ സ്വിച്ച് ഓഫാണ് ഫോൺ. അതിനുശേഷം പിന്നെ എനിക്കറിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നത്. അല്ല, അത് എത്ര വർഷം മുൻപാണ്? 2012-ലാണോ? അതെ, 2012 ഏത് മാസം? മാസം കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെയാണെങ്കിലും ഇപ്പോഴൊരു 13 വർഷമായല്ലോ അല്ലേ മജീദ്? ഉമ്മയെ കുറിച്ചൊരു വിവരവും ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും സംശയിക്കുകയോ ഉമ്മ എവിടെ പോയിരിക്കാം എന്ന് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? അവിടെ നിങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തോ മക്കൾ? അല്ല, അന്വേഷിച്ചപ്പോൾ അവിടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു പറഞ്ഞ റോസമ്മയാണ്. അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പിന്നെ അത് മുഖേന എനിക്കറിയാവുന്ന ഈ റോസമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ് ഇവരുമായിട്ട് അടുത്ത് ഈ ഐഷയായിട്ട് അടുപ്പത്തിലായി വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ സ്ത്രീയായിട്ട് പരിചയം ഉള്ളതിൻ്റെ പേരിലാണ് ഇയാളെ വീട്ടിൻ്റെ അടുത്തോട്ട് ഈ സ്ത്രീ റോസമ്മ എന്ന് പറയുന്ന സ്ത്രീ ഈ സെബാസ്റ്റ്യൻ്റെ വീട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവർ ഈ റോസമ്മ ഈ സെബാസ്റ്റ്യനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഈ സ്ത്രീയെ കൂടെ ഈ ഐഷയെ കൂടെ അങ്ങോട്ട് അടുപ്പിച്ച് അതിന് ശേഷമാണ് ഇതെല്ലാം നടക്കുന്നത്. ഉമ്മ പോകാവുന്ന സ്ഥലങ്ങളിൽ, അതായത് ട്രിവാൻഡ്രം, ഏർവാടി എന്നൊക്കെ പോകുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ആ സ്ഥലത്തൊക്കെ പോയി ഞങ്ങൾ അന്വേഷിച്ചു. പിന്നെ അതിനുശേഷമാണ് ഇങ്ങനെ പോലീസ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ബോഡി കാണിച്ചത്. അപ്പോൾ അത് നമുക്കത് വ്യക്തമായില്ല കറക്റ്റായിട്ട്. അതല്ല മജീദ്, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ റോസമ്മ ചേച്ചി നമ്മളോടൊപ്പം, ഈ റോസമ്മ ഈ ഉമ്മ താമസിക്കുന്നതിന് തൊട്ടടുത്ത വീട്ടിലായിരുന്നല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഉമ്മയെ കാണാതാകുന്നു, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആ സമയത്ത് ഒരു സംശയം ഉണ്ടായിരുന്നോ? ഈ സെബാസ്റ്റ്യന് ഉമ്മയും തമ്മിലുള്ള സൗഹൃദത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നു നേരത്തെ മജീദ്? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല, അറിയില്ലായിരുന്നു. ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് താങ്കൾക്ക് അറിയാമായിരുന്നു? എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ടായിരുന്നു നമുക്കറിയാവുന്നത്. ഇല്ല, അതിൽ എനിക്കറിയില്ലായിരുന്നു. ഈ സെബാസ്റ്റ്യനെ കുറിച്ച് കേൾക്കുകയോ അറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല, കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, എനിക്കറിയില്ലായിരുന്നു. ആളെ കുറിച്ച് തന്നെ എനിക്കറിയില്ലായിരുന്നു. ഈ റോസമ്മ എന്ന സ്ത്രീ മറ്റുള്ള സ്ത്രീകളെ ഈ സെബാസ്റ്റ്യന് എത്തിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു. മജീദ്, റോസമ്മ ചേച്ചിയാണോ ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളെ ഈ ഐഷയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്? അല്ല. എങ്ങനെ അറിയാം സെബാസ്റ്റ്യനെ? ഞാൻ 2016 എൻ്റെ പറമ്പിനോട് ചേർന്ന് കുറച്ച് സ്ഥലം മേടിച്ചായിരുന്നു. അത് ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ആയിഷയും സെബാസ്റ്റ്യനും കൂടെ വന്ന് JCB വിളിച്ച് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ പറമ്പ് തെളിച്ചു. ഞാനന്നേരം ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഈ സമയമായി, അതായത് ഞാനൊരു 7:30 എരുമേലിക്ക് പോയിച്ച് തിരിച്ചു വന്നപ്പോൾ പിറ്റേ ദിവസം ഞാൻ അറിയില്ലേ സ്ഥലം തെളിച്ചു വന്ന് ആയിഷയോട് ചോദിച്ചപ്പം പറഞ്ഞു, സെബാസ്റ്റ്യൻ ആ സ്ഥലത്തിന് കച്ചവടക്കാരാണ്ട് വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് അത് തെളിച്ചെന്ന് ആയിഷ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ പറമ്പ് കയറി തെളിക്കുമ്പം എൻ്റെ അനുവാദമില്ലാതെ ചെയ്ത് എന്തിനാന്ന് ചോദിച്ചു. അന്നേരം പുള്ളി ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളിൽ ബന്ധമുണ്ടായിട്ടാണല്ലോ കൊണ്ടുവന്നതെന്നേ എനിക്കൊരു സംശയമുള്ളൂ, അല്ലാതെ. ഇത് കള്ളത്തരം. 2012 ഐഷയെ കാണാതെ പോയത്. ഈ കിളവി പറയണ് 2016 കൊണ്ടുവന്ന് പെരയുടെ ഇവിടെ തെളിക്കാൻ വന്നതെന്ന്. ഇത് പക്ക കള്ളത്തരം. അവർ തങ്ങളിൽ ബന്ധമുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. ഈ സെബാസ്റ്റ്യനെ ചേച്ചിക്ക് അറിയോ? അറിയാം. എങ്ങനെ അറിയാം? ആര് പരിചയപ്പെടുത്തി? അതാ
ഈ JCB ഇറക്കി പറമ്പ് തെളിച്ചു. അത് കഴിഞ്ഞിട്ട് പറമ്പിൻ്റെ ഓരോ കാര്യങ്ങൾ ചോദിക്കാനും എടുക്കാനും ഒക്കെ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞങ്ങൾ ചേച്ചി ഒരുപാട് വിളിക്കുന്നുണ്ട്. വരവും പോക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം പുള്ളി എനിക്ക് നേരിട്ട് കല്യാണം ആലോചിച്ചു. എന്നിട്ട് പിന്നെ അതേപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളിയുടെ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു. തിരുനെല്ലൂർ പള്ളിയുടെ വകയെന്നും അവരുടെ ബാക്കി വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുനെല്ലൂർ പള്ളിയിലെ അച്ഛനെ പോയി കണ്ടു. അച്ഛനോട് പുള്ളിയെ പറ്റി പറഞ്ഞപ്പോഴേ ഇതിപ്പോൾ രണ്ടുപേരും കൂടെ ആയിഷയെ തട്ടിയതിന് ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് അറിയാനോ ഞാൻ വന്നേന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, റോഡെന്ന് പറഞ്ഞാൽ പറ്റിയല്ല, അതിനേക്കാളും വലിയ പേര് വല്ലതും ഉണ്ടെങ്കിൽ അത് പറഞ്ഞാലേ അത് യോജിക്കുകയില്ലെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ എനിക്ക് കൂടുതലൊന്നും ചോദിക്കേണ്ടതായിട്ടും പറയേണ്ടതായിട്ടും വന്നില്ല. ഞാൻ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരണ്ടേന്ന് പറഞ്ഞാൽ മതി. ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് 7 ആങ്ങളമാരുണ്ട്, ഞാൻ വീട്ടിൽ അറിയിക്കാം, അവർ വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനുമായിട്ട് പിന്നൊരു ബന്ധം ഉണ്ടായിട്ടില്ല. ചേച്ചി റോസമ്മ ചേച്ചി ആ വീട്ടിൽ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ സെബാസ്റ്റ്യൻ? ഈ വീട്ടിലോ? ഇവരുടെ ഐഷയുടെ വീട്ടിലോ? ഈ വീട്ടിൽ താമസിക്കും. എൻ്റെ വീട്ടിൽ വരണ്ടോ താമസിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഐഷയുടെ വീട്ടിലുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഈ സെബാസ്റ്റ്യനെ കുറിച്ചിട്ട് ഐഷ സംസാരിച്ചിരുന്നോ ചേച്ചിയോട്? ഇല്ല ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ഒരു സംഭാഷണത്തിന്റെ ആവശ്യം വന്നിട്ടില്ല, ചെയ്തിട്ടുമില്ല. ശരി. അവർ തങ്ങളിൽ ബന്ധമുണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഞാനില്ലാഞ്ഞപ്പോൾ പറമ്പ് അവർ രണ്ടുപേരും കൂടെ കൂടി തെളിച്ചു എന്ന് മാത്രം. അല്ല, പിന്നെ ചേച്ചിയെ കല്യാണം ആലോചിച്ചു എന്ന് പറഞ്ഞല്ലോ സെബാസ്റ്റ്യൻ. അല്ല, ഈ സ്ത്രീയും സെബാസ്റ്റ്യനും കൂടെയാണ് പറമ്പ് മൊത്തം JCBക്ക് ഇടിച്ച് ഇളക്കിയത്. എന്നിട്ട് കള്ളത്തരമാണ് ഈ കിളവി പറയണം. അതെങ്ങനെ സംഭവിച്ചു? അതെ, അതിപ്പം സ്ഥലത്തിന്റെ കാര്യത്തിന് പുള്ളി ഇവിടെ വന്നപ്പോൾ എന്നെ കണ്ടു. അന്നേരം പുള്ളിയുടെ സ്വഭാവം ആദ്യപ്പോൾ അന്വേഷിച്ചിടത്തോളം മനസ്സിലായില്ലേ. അതന്നെയല്ല, എനിക്കിവിടെ ഈ സെന്ററിൽ തന്നെ ഒരേക്കർ അടുത്ത സ്ഥലമുണ്ട്. ഈ സെബാസ്റ്റ്യനെ എന്റെ പേരിൽ ഒരേക്കർ അടുത്ത സ്ഥലമുണ്ട്. പറഞ്ഞോളൂ ചേച്ചി, പറഞ്ഞോളൂ. ഒരേക്കർ അടുത്ത സ്ഥലമുണ്ട്, നല്ലൊരു വീടുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കണ്ടിട്ട് വന്നതായിരിക്കും കല്യാണം ആലോചിച്ചോണ്ട് വന്നത്. ഈ ഐഷയെ കാണാതാകുന്ന സമയത്ത് ചേച്ചി അത് അന്വേഷിച്ചിരുന്നു എന്ത് പറ്റി ഐഷയ്ക്ക്? കാരണം 2012 ഐഷയെ കാണാതാകുന്നത്. ആ സമയത്ത് എന്താണ് ഐഷയ്ക്ക് സംഭവിച്ചതെന്ന് ചേച്ചി അന്വേഷിച്ചത്? നിങ്ങൾ അടുത്തടുത്ത വീടുകളാണല്ലോ അല്ലേ? അതെല്ലാം ഞാൻ അന്ന് പള്ളിയിൽ പോയേക്കുമായിരുന്നു. പള്ളിയിൽ പോയിച്ചാൽ ഇവിടെ വരുമ്പോഴേ എൻ്റെ പക്ക കള്ളത്തരവാണ്. ഈ കിളവി പള്ളിയിലും ഇല്ലേ വഴദേശത്തും ഇല്ല, ഈ കിളവിയും കൂടെയാണ് ചെയ്തത്. ലക്ഷയുടെ കോളുണ്ടായിരുന്നു. ആ 3 കോളുണ്ടായിരുന്നു. അത് കാരണം ഞാൻ അന്നേരം തിരിച്ചു വിളിച്ചു. 2 ദിവസം ആ വിളിപ്പ് ഞങ്ങൾക്ക് ഉറങ്ങുന്നിടം വരെ വിളിച്ചു. എന്നിട്ടും പ്രതികരിച്ചില്ല. പിറ്റേ ദിവസവും വിളിച്ചു, അതിൻ്റെ പിറ്റേ ദിവസവും വിളിച്ചു. ഒരു പ്രതികരണവും ഇല്ലാതെ വന്നപ്പോഴാണ് ഐഷയുടെ ആങ്ങൾ ഇവിടെ അടുത്തുണ്ട്, പുള്ളിയുടെ എത്തിയെന്ന് വെച്ച് പറഞ്ഞു. ഐഷയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വീട്ടിലുമില്ല, എന്തെന്ന് അറിയത്തില്ല. ഐഷയുടെ മോൻ പറയുന്നുണ്ട് ഈ കിളവി പറയുന്ന കള്ളത്തരമാണ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന്, ഈ സെബാസ്റ്റ്യനും ഈ സ്ത്രീയും കൂടെ ചേർന്നാണ് ഇതെല്ലാം ചെയ്തത്. ഈ സ്വത്തുകളെല്ലാം തട്ടിയെടുത്ത്, ഈ സ്വർണങ്ങളെല്ലാം എടുത്ത് ഇവരെ ഇങ്ങോട്ട് ഈ സെബാസ്റ്റ്യൻ്റെ വീട്ടിൻ്റെ ഭാഗത്തോട്ട് ആക്കിയത് ഈ പെണ്ണും പുള്ളയാണ്. ഈ റോസമ്മ എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഇങ്ങോട്ടാക്കിയത്. അവരുമായിട്ട് അടുത്തതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തു കൂട്ടി. ഇതിൻ്റെ നല്ല പങ്കുണ്ട് ഈ സ്ത്രീക്ക്. ഈ സ്ത്രീയെ പിടിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അറിയാം. സ്ത്രീ മണി പോലെ പറയും. ഇപ്പം അറസ്റ്റ് ചെയ്തായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസാണ് ഇതിപ്പം. ഈ ഐശ്വര്യ കേസ് തന്നെ 14 വർഷവും കൊണ്ടായ കേസാണ്. ഈ സ്ത്രീ കള്ളത്തരമാണ് പറയണത്. 2016 17 ഇത് 2012 നടന്ന സംഭവമാണ്. ഇതിപ്പം 4 പേരെ തിരോധാനമായിട്ടാണ് അന്വേഷണം നടക്കുന്നത്. പക്ഷേ 4 പേരൊന്നുമല്ല, പെരേടം ഫുള്ള് അസ്ഥികൂടങ്ങളാണ്. ഇത് JCBക്ക് തോണ്ടിയെടുത്തോണ്ടിരിക്കുകയാണ്. കക്കൂസിനകത്തും കിണറ്റിനകത്തും, ഇനിയിപ്പോൾ കിണറൊക്കെ പരിശോധിക്കുന്നുണ്ട്. കിണറ്റിനകത്തും വീട്ടിനകത്തും ഫുള്ള് വീടൊക്കെ എവിടെയൊക്കെയോ ഇടിച്ച് അവിടെ നിന്നൊക്കെ അസ്ഥികൂടങ്ങൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. രക്തക്കറകൾ കണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് വല്ലാത്തൊരു സംഭവം തന്നെ.